ഈ കരയിൽ കൂടുതലും താമസിക്കുന്നത് മത്സ്യത്തൊഴിലാളികളാണ്. ചെമ്മീൻകെട്ട് എന്ന് പറഞ്ഞാൽ നെൽകൃഷി നടത്തുന്ന സ്ഥലമാണ്. 5 മാസം ചെമ്മീൻകെട്ട്, 5 മാസം നെൽകൃഷി. എൻ്റെ പേര് വിനോദ് എന്നാണ്. എറണാകുളം ജില്ലയിൽ ഏഴിക്കരയിൽ ചെമ്മീൻകെട്ട് എടുത്ത് നടത്തണേണ്. ഏകദേശം ഒരു 14 ഏക്കറുണ്ട്. ഒരു 10 വർഷത്തോളമായി ഇപ്പം ഈ കെട്ട് എടുത്ത് നടത്തുകൊണ്ടിരിക്കണേ. കുട്ടനാടായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തണമെങ്കിൽ ഏകദേശം അവിടെ നല്ല വെള്ളവും ഇവിടെ ഉപ്പ് വെള്ളമാണ്. ഈ ഏഴിക്കര ഭാഗത്തു നിന്ന് 7 കിലോമീറ്റർ മാറി കഴിയുമ്പോൾ കടലാണ്. അവിടെ നല്ല വേലിയേറ്റവും ഇവിടെ ഈ പ്രദേശങ്ങളിലൊക്കെ വരാറുണ്ട്. ജനുവരി 18 വെള്ളപ്പൊക്കം വന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് സ്ഥലം വിട്ടുപോയി. ഒരു 5-10 ദിവസം ക്യാമ്പിലായിരുന്നു. ഒരു 10 ദിവസത്തെ ജീവിതം ഭയങ്കര ദുരിതമാണ്. ഇവിടെയൊക്കെ എല്ലാം വെള്ളം, ഇപ്പം ആ ജനലിൻ്റെ താഴെ ലെവലിൽ മൊത്തം വെള്ളം വരുന്നു. ആ സമയത്ത് ഇതൊക്കെ എല്ലാം ഒന്നായി കിടക്കായിരുന്നു. നമുക്കിവിടെ മൊത്തം വെള്ളം കയറിറങ്ങി ഇവിടെ നിന്ന് വെള്ളം റോഡിലോട്ട് പോലെ പോയിക്കൊണ്ടിരുന്നു. നമ്മൾ 2 കൃഷിയും ചെയ്യുന്നുണ്ട് പാരമ്പര്യമായിട്ട്. ചെമ്മീൻ കൃഷി 5 മാസം ചെമ്മീൻ കൃഷി, അത് കഴിഞ്ഞാൽ പൊക്കാളി കൃഷി, നെൽകൃഷി. പൊക്കാളി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നെൽവിത്താണത്. അതിനകത്ത് രാസവളങ്ങളോ വേറെ മറ്റു വളങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. പൊക്കാളി കൃഷിയുടെ വിളവെടുപ്പ് നമ്മൾ വരുന്നത് 120 ദിവസമാണ്. 120 ദിവസം കൊണ്ട് നമുക്ക് വിളവ് നമുക്ക് കൊയ്ത് നമുക്ക് നെല്ലായി ഉപയോഗിക്കാവുന്നത്. പൊക്കാളി കൃഷി കഴിഞ്ഞിട്ടാണ് നമ്മൾ മീൻ കൃഷിയിലേക്ക് തുടങ്ങുന്നത്, ചെമ്മീൻ കെട്ടിലേക്ക് തുടങ്ങുന്നത്. ചെമ്മീൻ ഹാച്ചറികളിൽ നിന്ന് നമ്മൾ ടൈഗർ എന്ന് പറഞ്ഞാൽ 2 സൈസ് ഉണ്ട്. ഇപ്പം നമ്മൾ ടൈഗർ എന്ന് പറഞ്ഞ ചെമ്മീൻ കുഞ്ഞുങ്ങളെ വാങ്ങിച്ചിടും. പിന്നെ കുറച്ച് നമുക്ക് കായലിൽ നിന്ന് വലിയ മീൻ നാരൻ എന്ന് പറഞ്ഞ ചെമ്മീനുണ്ട്, അത് കുഞ്ഞുങ്ങൾ കയറും. ചെമ്മീൻകെട്ട് എടുത്തുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഈ വേലിയിറക്കം വരുമ്പോഴേക്കും നമ്മൾ അകത്തോട്ട് വെള്ളം കയറ്റണതും പുറത്തേക്ക് ഇറക്കുന്നതൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ നമ്മൾ പുറത്തിറക്കാവുമ്പോഴേക്കും ഈ അകത്തുള്ളത് വെള്ളം എല്ലാം ചെമ്മീനും കൂടി അങ്ങനെ പുറത്തോട്ട് പോകും. നമുക്ക് പൈസ അതിൽ കൂടുതൽ നമുക്ക് ഇറക്കിയിട്ടുണ്ടാവും. അതിനകത്ത് നഷ്ടവും വരും ലാഭവും വരും. പക്ഷെ നമുക്ക് ഇത് ഉണ്ടായി കാണുമ്പോൾ ഒരു സന്തോഷമാണ്. 15 വയസ്സ് മുതൽ ഞാൻ ഈ കായലിൽ ചാടിയും ഇറങ്ങിയൊക്കെ മീൻ പിടിച്ച് ജീവിച്ചിരുന്നതാണ്. ഈ നാട് വിട്ട് വേറെ നാട്ടിൽ പോയി ജീവിക്കുന്നതിന് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിരുന്നു. കാരണം വെള്ളത്തിലെ പണിക്കാരാണ് അമ്മ. കാരണന്മാരെ കാലം തൊട്ട് തന്നെ വെള്ളത്തിലെ പണിക്കാരാണ്, മീൻ പിടിച്ച് ജീവിക്കുന്നവരാണ്. നിങ്ങളുടെ ഒരു ദിവസം ഇവിടുത്തെ ഈ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ജീവിതം എങ്ങനെ തുടങ്ങുന്നത്? ഈ കരയിൽ കൂടുതലും താമസിക്കുന്നത് മത്സ്യത്തൊഴിലാളികളാണ്. കക്കപ്പണിക്ക് പോണവരുണ്ട്. ഓ, രാവിലെ തുടങ്ങും.
മീൻ പണിക്ക് പോണവരുണ്ട്. ഇവിടെ വന്നിട്ടാണ് പല വഴിക്കും. ഈ മീൻ പണിക്ക് പോകുന്നവരൊക്കെ രാവിലെ തന്നെ എഴുന്നേറ്റ് അവർ പോകും. അത് രാവിലെ പോകും. കാക്കപ്പണിക്ക് പണിക്ക് നേരം വെളുത്ത് വെള്ളത്തിന്റെ ഏറ്റവും ഇറക്കം അനുസരിച്ചുള്ള ടൈമിൽ നോക്കി പോകും. ഇപ്പൊ ഇറക്കമാണ്. അതിപ്പോ ചേട്ടൻ പോയില്ല, ഒരു ചേട്ടൻ. അത് ഇപ്പൊ ഇറക്കം അനുസരിച്ച് വരാൻ പോയത്. ഈ മീൻ പിടിക്കാന്ന് പറയുമ്പോ ഇവരെന്നെ നമ്മളിങ്ങനെ വലയിട്ടാണ് മീൻ പിടിക്കുന്നത്. ഇവിടെ എങ്ങനെ മീൻ പിടുത്തം വരുന്നത്? ഇവിടെ ഈ മുങ്ങി മീൻ പിടിക്കുന്നവരുണ്ട്. വട്ടവലയായിട്ട് പോയി പൊത്തി പിടിക്കുന്നവര്. അന്നേരം കരിമീനൊക്കെ എല്ലാം നമുക്ക് കിട്ടുള്ളൂ. അതിന്റെ കരിമീനും കിട്ടും, ഒട്ടുമിക്ക മീൻ കിട്ടും. ചേട്ടാ, നമ്മൾ എന്തിനാ ഈ വള്ളം ഇങ്ങനെ ഒരച്ചൊരച്ച് കഴിയുന്നത്? അത് പായൽ കളഞ്ഞാൽ എന്തായാലും അതിന്റെ ആവശ്യം കുറച്ച് ലൈഫ് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ്. അത് പാവല കളഞ്ഞാൽ അത് വഞ്ചി കൂടുകയും ചെയ്യും. ഇത് അല്ലെങ്കിൽ ആകെ വഞ്ചി നശിച്ചു പോകും. വഞ്ചി നശിച്ചു പോകും. ഇതിപ്പോ എത്ര കാലമായിട്ടുള്ള വഞ്ചിയായിരുന്നു ചേട്ടൻ? ഇപ്പൊ ഒരു 4 വർഷം. 4 വർഷമായിട്ട് ഉണ്ടാക്കിയിട്ട് 4 വർഷമായുള്ളൂ. പുതിയ ഇറക്കി 4 വർഷം. ഇതിന്റെ പുറത്തോടെ നമ്മൾ എണ്ണ തേക്കുന്ന നെയ്യ് അത് തേക്കും. അത് ഇത് കഴിയുമ്പോ നമ്മൾ ഇതിപ്പോ തേക്കൂല, ഞാൻ അങ്ങനെ കേട്ടിട്ട് നെയ്യ് കൊടുക്കും. അടിഭാഗം മുഴുവൻ നെയ്യ് തേക്കുവോ? അതിന്റെ ആവശ്യം അത് വഞ്ചി ഉറപ്പ് കിട്ടാനായിട്ട്. ഈട് വഞ്ചിക്ക് ഈടാണത്. ഈടാണ്. വെള്ളത്തിൽ കൂടെ പോകാൻ സ്പീഡ് കൂടുതലാ. സ്പീഡ് അത് സ്പീഡും കൂടും. സ്പീഡും കൂടുതലായിട്ട് കിട്ടും നമുക്കത്. ഇത് എന്താ എന്ത് മരം വെച്ചത് സാധാരണ? ഇത് പുന്നാണ്. ഈ വഞ്ചി പുന്നേരാണ്. പുന്നാന്ന് പറഞ്ഞ മരം അതാ ഉപയോഗിക്കുന്നത്. ഈ വഞ്ചി ഇതിന് ഈ പ്രത്യേകം പേര് വല്ലതും വരുമോ? ഈ മുഴുപ്പുള്ള ഒരു വഞ്ചിക്ക് അങ്ങനെ പ്രത്യേകം പേര് വല്ലതും ഉണ്ടോ? പേര് പറഞ്ഞാല് കോല് കണക്കുണ്ട് വഞ്ചിക്ക്. ഇത് 8.25 കോലാണ് ഈ വഞ്ചി. 8.25 കോല. ഈ വഞ്ചിക്ക് എന്ത് വില വരും? ഒരു വാങ്ങിക്കുന്നത് 27 രൂപ. 27 രൂപ. എണ്ണ കൊടുത്തിട്ട് 19,000 രൂപ അടുത്ത് 30,000 രൂപ. 30,000 രൂപ എല്ലാം കൂടെ. പിന്നെ എഞ്ചിനും കാര്യങ്ങളെല്ലാം അതെല്ലാം അത് വേറെ സെപ്പറേറ്റ് പൈസ വെച്ച് വേറെ മേടിക്കും. ഇവിടെ ടൂറിസ്റ്റുകൾ വന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ അവർക്ക് വരുമ്പോൾ ഒരു പ്രത്യേകതയാണ്. ഇവിടെ ചുറ്റിനും വെള്ളവും കുറച്ച് പക്ഷികൾ, കൊക്ക്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അതുകൂടാതെ കൂടുതൽ വരുന്നത് ഹോം സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഓരോരുത്തർ വരും. പുറം രാജ്യങ്ങളിൽ നിന്നുള്ളവരൊക്കെ ഇത് പഠിക്കാൻ വേണ്ടി പൊക്കാളി കൃഷി എങ്ങനെയാണ്, ചെമ്മീൻ കെട്ട് എങ്ങനെയാണ്, അങ്ങനെ പഠിക്കാൻ വേണ്ടി കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ വരാറുണ്ട്. 4 സൈഡും വെള്ളത്താൽ ചുറ്റപ്പെട്ട കാരണം ആൾക്കാർക്ക് വരുമ്പോൾ ഒരു പെട്ടെന്ന് വന്ന ആൾക്കാരെല്ലാവരും ചോദിക്കുന്നത് ഇവിടെ വെള്ളം കയറുമോ, എങ്ങനെയാണ് അതിൻ്റെ സിറ്റുവേഷൻ, ഇപ്പോൾ ഇവിടെ വെള്ളം കൂടുതലാണ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ചേട്ടാ, നമ്മൾ ഈ വല വെച്ച് എന്താ ഇതിപ്പോ ചെയ്യാൻ പോകുന്നത്? ഈ വല നമ്മൾ അവിടെ താത്തിയിട്ട് തൂമ്പ് തുറക്കും, വെള്ളം പുറത്ത് അകത്തേക്ക് കയറ്റും. വെള്ളം ഈ കായലിലെന്നല്ലേ പറയുന്നത്? പുഴയിലെ വെള്ളം നമ്മൾ ഇതിന്റെ അകത്തോട്ട് കയറ്റും. അപ്പൊ അവിടെ നിന്ന് തുറക്കണത് നമ്മൾ ചെമ്മീന് മീനാക്കാൻ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ തുറക്കുന്നത്. എന്നിട്ട് ഈ വല വെക്കുന്നത് എന്തിനാ? ഈ വല വെക്കുന്നത് അതിന്റെ ഉള്ളിലുള്ളത് ഉള്ളിലുള്ള മീനുകൾ തിരിച്ച് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വല വെക്കുന്നത്. ഇത് നീളം കുറവായിരിക്കുള്ളൂ. അങ്ങോട്ട് വെക്കുന്ന വലക്ക് നീളം കൂടുതലുണ്ടാവും. അങ്ങോട്ട് വെക്കുന്ന വലക്ക് നീളം കൂടുതലുണ്ടാവും. അപ്പൊ അവിടെ നിന്നുള്ള മീനുകളെല്ലാം ഇതിന്റെ അതിൽ കയറും. കയറി ഇവിടെ കിടന്ന് വളർന്ന് വലുതായി നമ്മളൊരു എത്ര മാസം കഴിയുമ്പോൾ ഇത് പിടിക്കുന്നത്? അപ്പൊ ഇത് നമ്മൾ മാർച്ച് ഏപ്രിൽ ആകുമ്പോഴേക്കും അവസാനം ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ പിടിച്ചു തുടങ്ങും. നമ്മൾ ചെറുതായിട്ട് മാർച്ചിലാണ് നമ്മൾ ഫുള്ളായിട്ട് പിടിച്ച് ഒരുമാതിരി നമ്മൾ തീർക്കുന്നത്. ശരി. അപ്പൊ ഈ ചെമ്മീനും ചെറിയ മീനുകളും കാര്യങ്ങളും എല്ലാം ഇതിന്റെ അകത്തോട്ട് കയറും. ഇപ്പൊ കയറുവാ? ഇപ്പൊ ഈ പറയുന്ന സമയം വേലി ഏറ്റ സമയം എന്നാണ് പറയുന്നത്. ഇപ്പൊ ഏറ്റവും വെള്ളം ഏറ്റവും നമ്മൾ അകത്തോട്ട് കയറ്റണം. അകത്തോട്ട് കണ്ടത്തോട്ട് കയറ്റുവാ. ഇപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് പുഴയിൽ ഇറക്കാവുമ്പോ തിരിച്ച് ഓപ്പോസിറ്റ് അങ്ങോട്ട് വിടും. ഇപ്പൊ അങ്ങോട്ട് കയറ്റുന്ന വെള്ളം അത് ഇന്ന് തന്നെ നമ്മൾ ചെയ്യുമോ? ഒരു ദിവസം അറിയത്തില്ലാന്ന് ചോദിക്കും. ഒരു ദിവസം തന്നെ നമ്മൾ ചെയ്യുന്ന പ്രക്രിയ. വെള്ളം കയറ്റുകയും ചെയ്യും, അതുപോലെ നമ്മൾ ആ വെള്ളം തിരിച്ച് നമ്മൾ ഇറക്കുകയും ചെയ്യും. എന്നിട്ട് അടുത്ത ഏറ്റം വീണ്ടും നമ്മൾ അകത്തേക്ക് കയറ്റും. അപ്പൊ വേലി ഏറ്റ ഒരു ദിവസം തന്നെ 2 പ്രാവശ്യമായിട്ടുണ്ടാവും. ആ നെറ്റ് വെച്ച് തുറക്കും, നമ്മൾ ഫിൽറ്റർ ചെയ്ത് പോരും. അതിനകത്തുള്ള ചെമ്മീനും മീനൊക്കെ പോരാതിരിക്കാൻ വേണ്ടി നമ്മളത് ആ നെറ്റ് വെച്ചേക്കുന്നത്. ഇന്ന് വെച്ചാൽ നമുക്കിത് അപ്പൊ ഇതിന്റെ തുമ്പ് എങ്ങോട്ട് കിടക്കുന്നത്? അങ്ങോട്ട് പോകും. ഇത് നമ്മളിട്ട് റിലീസ് ചെയ്യും. ഇത് നമുക്ക് ഇത് പൊക്കി വിടും.
ഇതിന്റെ ആവശ്യം നമുക്കില്ല ഇപ്പൊ. അതിന് ഫിൽറ്ററിന്റെ ആവശ്യമില്ല, വല ഉള്ളതുകൊണ്ട് ഇപ്പം അതിന്റെ ആവശ്യമില്ല. അല്ല, ഇത് അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ടാണത്. ഓരോ പലക വീതം എടുക്കുകയല്ലേ ഇതാ. അവിടെ താഴ്ച കൂടുതലുണ്ടാവും. അവിടെ ഈ വെള്ളം വന്ന് ചാടുന്നിടത്തോ? അവിടെ താഴ്ച കൂടുതലുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പാടത്തിന് അങ്ങോട്ടും വരുമ്പോൾ ആഴം കുറഞ്ഞു വരുവാണ് ചെയ്യുന്നത്. അങ്ങോട്ട് പറഞ്ഞു തരും. ചേട്ടാ, നമ്മളിപ്പോ ഇത് തുറന്നു വിട്ടതിന്റെ ഉദ്ദേശം പറഞ്ഞാൽ ഇപ്പൊ ആ കായലിലുള്ള മീനും ചെമ്മീനും എല്ലാം കൂടെ ഇങ്ങോട്ട് അകത്തോട്ട് കയറാൻ വേണ്ടിയാണ് ഇത് തുറന്നു വിട്ടേക്കുന്നത്. അപ്പൊ ഈ വല വെക്കുമ്പോൾ ഈ വലക്കകത്ത് വന്ന് കയറിയിരിക്കല്ലേ? അത് ഓപ്പൺ ആണ്, അവിടെ തുറന്നിട്ടേക്കും. ഇതിന്റെ അറ്റം അങ്ങ് തുറന്നിട്ടേക്കുക. അത് വലുതാക്കിയിട്ടേക്കണ. വലുതാക്കിയിട്ടേക്കുക. അപ്പം അതിന്റെ അകത്ത് കയറി അമ്മ വഴി അങ്ങോട്ട് കയറി പോകും. എന്തായാലും അതിന്റെ ഉള്ളിൽ കൂടി മീൻ കയറി പോരത്തില്ല. അവർ തടസ്സം പോലെ അവർക്ക് തോന്നും. തുറന്ന് അങ്ങോട്ട് കയറി പോകത്തില്ല. അപ്പൊ ഇവിടെ നിന്നുള്ള മീൻ സുഖമായിട്ട് തുറന്ന് കയറി അങ്ങോട്ട് കയറി പോകും. അവിടെ നിന്നുള്ള പോരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വല ഫിക്സ് ചെയ്തേക്കുന്നത്. ഓക്കെ. മീൻ പിടിക്കുന്നുള്ള രീതി ഉണ്ടെന്ന് പറഞ്ഞില്ല, അതെങ്ങനെയാ? അത് ഇപ്പൊ ഇതേ സെയിം സിസ്റ്റം തന്നെ. ഇത് നേരെ അപ്പുറത്തോട്ട് വെക്കും. അകത്തുള്ള മീൻ ഇങ്ങോട്ട് കയറുമ്പോ കിട്ടും. അത് ഇന്ന് വെക്കുന്നതാണെന്നാ ചേട്ടൻ പറഞ്ഞത്. അപ്പൊ ഈ കണ്ടത്തിനകത്തുള്ള മീൻ തന്നെയാണ് നമുക്കത് കിട്ടുന്നത്. നമ്മളിപ്പോ ഈ വെട്ടം ഇതുണ്ട്, ഇങ്ങനെ ഇത് കയറുന്ന വാതൊക്കെ തന്നെ നമ്മളിങ്ങനെ 2 വെട്ടം പോലെ കൊടുത്തിട്ട് അതിന്റെ ആവശ്യം എന്താണെന്നത് അതെന്താണെന്നറിയാമോ? നമ്മള് ഇത് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. ചെമ്മീനെ ആകർഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വെട്ടം വെച്ചേക്കുന്നത്. അപ്പൊ ഈ വെട്ടം കാണുമ്പോഴത്തേനും വെട്ടം കണ്ടാൽ ഇങ്ങോട്ട് അടുത്തടുത്ത് വരുവാണ് വെച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഇവിടത്തേക്കുള്ള ചെമ്മീനെ മുഴുവൻ ഈ കായലിൽ നിന്നുള്ള എടുത്തിട്ട് വേണം അത് നമ്മളിവിടെ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയാണോ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത് ശരിക്കും? അത് കായലിനുള്ളത് ഇങ്ങോട്ട് കയറണത്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് ടൈഗർ വാങ്ങിച്ചിട്ട് കാരക്കുഞ്ഞുങ്ങൾ എന്ന് പറയും, അത് വാങ്ങിച്ചിട്ട് നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരും. അത് ശരി. ഹാച്ചറിന്ന് അത് ഏകദേശം ചിലപ്പോ 1/2 സെന്റിമീറ്റർ ചെറുതൊക്കെ ആയിരിക്കുള്ളൂ. എന്തുമാത്രം എണ്ണമായിരിക്കും? അങ്ങനെ എണ്ണം ഉണ്ടോ അതിന്? അതിപ്പോ ഒരു ബാഗില് 2000 ഉണ്ടാവും. 1000 വലിപ്പം കൂടുന്തോറും എണ്ണം കുറയും. ഒരു 1700 1800 വലിപ്പം ഉണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ചൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ 2000. അപ്പൊ ഈ പുഴയിൽ നിന്ന് ഇങ്ങോട്ട് കയറും നമുക്കൊരു ബോണസ് പോലെയാണത്. ബോണസ് പോലെ കിട്ടുക ചെയ്യുന്നത്. ഇത് എന്ന് വെച്ചാല് ഇപ്പൊ ഫിഷറീസിലെ സർക്കാരിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ അവര് ഹാച്ചറിന്നൊക്കെ അവര് ഇതിനകത്ത് കൊണ്ട് നിക്ഷേപിക്കും, പുഴയിലേക്ക് ഒഴുക്കി വിടും. അങ്ങനെ ഉണ്ടാവും. പിന്നെ കടലിൽ നിന്നൊക്കെ ഉള്ളത് കയറി വരുന്ന എല്ലാം ബോണസ് ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് കയറുക ചെയ്യുന്നത്. ഇത് നമ്മൾ പിടിക്കുന്ന ഏത് സമയത്താണ് പിടിക്കുന്നത്? ഇത് നമ്മൾ പിടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല വെക്കണത് ഇപ്പൊ ഒരു തക്കം എന്ന് പറഞ്ഞാൽ 15 ദിവസം കൂടുമ്പോഴാണ് തക്കം വന്നത്. 15 ഏകാദശി ആകുമ്പോഴാണ് നമ്മൾ വല വെക്കണത്. വിനോദ് ചേട്ടാ, നമസ്കാരം. നമസ്കാരം. ഇത് ഏതാ പ്രോപ്പർ സ്ഥലം? ഇത് ഏഴിക്കര. നമ്മുടെ ആണോ ഇത് കണ്ടം ഈ പാടം? ഇതാ ഇത് നമ്മ വേറെ ലീസിനെടുത്തേക്കുന്ന ലീസിന് ഇത് എത്ര? 5 മാസം 6 മാസം അങ്ങനെയാണ് ലീസിന്? സീസൺ കെട്ട് എന്ന് പറയുമ്പോ 5 മാസമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 7 മാസം ഉണ്ട്, അത് വർഷക്കെട്ട് എന്ന് പറയും. ഈ 5 മാസം കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്കൊക്കെ ഇറങ്ങാം, നമുക്ക് വല വെക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അന്നേരത്തിന് ഇതിന്റെ അകത്ത് നമ്മൾ പിടിക്കുന്ന മീനെ എല്ലാം പിടിച്ച് മാറ്റുമോ? നമുക്ക് കിട്ടാവുന്നതൊക്കെ പിടിക്കും. അതിനുശേഷം മെച്ചമുണ്ടെങ്കിൽ ആളുകൾ ഇറങ്ങി ബാക്കികള് തപ്പിയൊക്കെ പിടിക്കും. ചെറുപ്പം തൊട്ട് അറിയാവുന്നൊരു പണി തന്നെയായിരുന്നു. അറിയാവുന്നതാണ്. അച്ഛനൊക്കെ ഇത് പണിയായിരുന്നു. ഇപ്പൊ ചേട്ടൻ ഇപ്പൊ പറഞ്ഞ സ്ഥിതിക്കാണെങ്കിൽ ഇത് ഉറക്കം ഉളച്ചുള്ളൊരു പണിയല്ല ചെയ്തത്. ശരിയാണ്. അപ്പം അതിനുള്ള ഒരു വരുമാനം നമുക്ക് ഇതിന്റെ അകത്ത് ശരിക്കും ചേട്ടന് കിട്ടുന്നുണ്ടോ? ഇത് നമ്മൾ ഇതിനകത്ത് ഇവിടെ സംഭവം ഉണ്ട്, കേടെന്ന് പറഞ്ഞാൽ വൈറസ് രോഗം വരും ചെമ്മീത്തിനൊക്കെ. അങ്ങനെയൊക്കെ വന്ന് കേടുവന്ന് പോയാൽ കൈനഷ്ടം വരും, അല്ലെങ്കിൽ നമുക്ക് മെച്ചം കിട്ടും. ലാഭകരമായിട്ട് തന്നെ കൊണ്ടുപോകാൻ പോകും. ഈ ഇപ്പൊ കുറെ നാളെ ഈ സംഭവം വന്നിട്ടുണ്ട് വൈറസിന്റെ. അതിന് പ്രത്യേകിച്ച് മരുന്നും എല്ലാം കൊടുക്കുവോ? ഇതേവരും മരുന്നൊന്നും ആയിട്ടില്ല, അത് വന്ന് താനെ മാറും. അതേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വന്നാൽ ചിലപ്പോൾ നല്ല അടി കിട്ടും, മീനെല്ലാം ചത്തുവോ? അപ്പൊ അന്നേരം ആ വർഷത്തെ നമ്മുടെ വിളവ് മുഴുവൻ പോവല്ലേ ചെയ്യുന്നത്? മുഴുവൻ പോകും. നമ്മൾ എന്തൊക്കെ മീനാ അതിന്റെ മേടിച്ചിരുന്നത്? ഇപ്പൊ കാരച്ചെമ്മീൻ ഇടും, നാരഞ്ചെമ്മീൻ ഇടും, ഞണ്ടിനിടും, പിന്നെ മീൻ മേടിച്ചിടാം. തിരുത, കരിമീൻ, പിലോപ്പി, ഇതൊക്കെ കുഞ്ഞുങ്ങളെ മേടിച്ച് ഇതിനകത്ത് കൊണ്ടുവരും. എത്ര മാസം കഴിയുമ്പോൾ നമ്മൾ പിടിക്കുന്നത്? 90 ദിവസമാണ് കാരക്കൊക്കെ നല്ല വളർച്ച. 90 ദിവസം കാരച്ചെമ്മീൻ നല്ല ഒരു 50 ഗ്രാം 100 ഗ്രാമൊക്കെ ആവും. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ പിലോപ്പിയയും ഈ നമ്മുടെ ഞണ്ടും അതിനെല്ലാം ആ ഒരു നല്ലൊരു വളർച്ച കിട്ടുമോ അതിന്? 90 ദിവസം കൊണ്ട് കിട്ടും. ചിലത് ഞണ്ട് 250 ഗ്രാം ഞണ്ടിട്ടുണ്ടെങ്കിൽ 3 മാസം കൊണ്ട് അത് 1.5 കിലോ ഒക്കെ ആവും. 250 1.5 അത്രയാവും? 3 മാസം കൊണ്ട് അത്രയാവും. പിലോപ്പിയൊക്കെ ആണെങ്കിലോ? പിലോപ്പിയൊക്കെ
ആ 10-300 രൂപ ആവും. 300 ഗ്രാമൊക്കെ ആവും. ഞണ്ടിനൊക്കെ നല്ലൊരു വില നമുക്ക് കിട്ടിയല്ലേ? അത്രയും തൂക്കമുള്ള 1 കിലോയ്ക്ക് മണ്ടടക്കം മഡിന് 3000 രൂപ ഉണ്ട്. 1 കിലോത്തിന്റെ 1 കിലോ മഡ് എന്ന് പറയുന്നത്. മണ്ടെന്നാണ് പറയുന്നത്. അതിന് 3000 രൂപ വിലയുണ്ട്. ഓക്കെ, അത് നമ്മൾ അതിന്റെ ഡബിൾ എക്സൽ എന്ന് പറയുന്നത്. ഡബിൾ എക്സൽ എന്ന് പറയും. അതിന്റെ കാലും ഒന്നും പൊട്ടാതെ കൃത്യമായിട്ട് തന്നെ ഇതുണ്ടാവരുത്, സ്ക്രാച്ചൊന്നും ഉണ്ടാവില്ല. അംഗവൈകല്യം ഒന്നും പാടില്ല. അത് അന്നേരം കെട്ടിപ്പെറുക്കി നല്ല സൂപ്പറായിട്ട് തന്നെ നമ്മൾ കൊടുക്കും. അത് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് പോവാണ് സംഭവം. അത് നമ്മ ഇവിടെ ഒരു കടയുണ്ട്, അവിടെ കൊണ്ടുപോയി കൊടുക്കുള്ളൂ. നമുക്ക് അവിടെ നിന്നാ തന്നെ ഈ കുഞ്ഞിനെ. ഓഹോ, അപ്പൊ തിരിച്ചവിടെ കൊണ്ട് കൊടുക്കണം. അത് ശരി ചേട്ടാ. ഇത് വേലി ഇറക്ക സമയമാണിത്. ഇറക്ക സമയം. അപ്പം വല നമ്മൾ അങ്ങോട്ട് വെക്കുക, പുറത്തേക്ക്. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തുള്ള മീനെ പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ വേണ്ടിയാണ് വെക്കുന്നത്. അത്ര. പിന്നെ നെറ്റ് വെക്കണം. ഇത് താത്തുന്നു. ഇത് പുറകോട്ടൊക്കെ നീണ്ടു കിടക്കുവാണ് ഈ വല. ഇത് പിന്നെ ബോളൊക്കെ കെട്ടണം. ഈ ബോൾ എന്തിനാ ഇത് കെട്ടുന്നതിന്റെ? ഇത് പൊങ്ങി നിൽക്കാൻ വേണ്ടി, അല്ലെങ്കിൽ താഴ്ന്നു പോയി കഴിഞ്ഞാൽ അടിഞ്ഞു പോകും. കുത്തി താന്ന് കിടക്കും. പൊങ്ങി കിടക്കാൻ വേണ്ടിയാണ് ഈ ബോൾ കെട്ടുന്നത്. ഇതിന്റെ അകത്ത് നമുക്ക് എന്നാ മീനാണ് പ്രധാനമായിട്ടും കയറുന്നത്? തെള്ളിച്ചെമ്മീൻ, ചൂടൻ ചെമ്മീൻ, പിന്നെ നന്ദൻ. അതൊക്കെ ഇപ്പൊ ചെമ്മീനായിട്ടാണ് കൂടുതലായിട്ടും കൂടുതൽ കിട്ടുള്ളൂ. ഓഹോ, മീൻ കുറവായിരിക്കും. അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീനാണോ അത്? ഒരു ഇട സൈസ്. അത് ശരി. എല്ലാ ദിവസവും ഇങ്ങനെ ഇതുപോലെ തന്നെ പൊക്കുക നമ്മള്? എല്ലാ ദിവസവും പൊക്കും. അതിന്റെ ഇത് എവിടെയാണ് മീൻ കൂടെ കൊടുക്കുന്നത് നമ്മള്? മീൻ മാർക്കറ്റിൽ കൂടെ കൊടുക്കുക. വരാപ്പുഴ മാർക്കറ്റ്. ശരി. ഇത് നന്ദൻ കോർന്ന് നിൽക്കണ. ഓഹോ, നന്ദൻ കയറി ഉടക്കി നിൽക്കുന്ന. ഇത് നമ്മൾ ദിവസം എത്ര പ്രാവശ്യം ചെയ്ത്? ഇതുപോലെ രാത്രിയിലാണെങ്കിൽ എത്ര പ്രാവശ്യം നമ്മളിങ്ങനെ മീൻ പിടിക്കും? ശരിക്കും ഈ ലാസ്റ്റ് ഇത് കെട്ട് അവസാനിക്കാറൊക്കെ ആവൂലേ? ഇപ്പൊ 2 മാസം ആവണുള്ളൂ കെട്ട് തുടങ്ങിയിട്ട്. ആ സമയത്ത് 2 നേരവും വല വെക്കും. 2 നേരം നമ്മൾ ദിവസം 2 നേരം വല വെക്കും. അത് ശരി. ഇനിയിപ്പം വേലി കയറ്റത്തിന്റെ സമയം ഒന്നും കൂടെ ഉണ്ട്. ഒരു ദിവസം 2 പ്രാവശ്യമാണ് വേലി ഇറക്കം വരുന്നത്. ഓഹോ, ആ 2 സമയത്ത് നമ്മൾ ഇതുപോലെ നോക്കിയിട്ട് വല വെക്കും. അത് കിട്ടുന്ന മീനെ കിട്ടുന്നതിനെ പിടിച്ചു കൊടുക്കും. തുറക്കാൻ പോവാ. ഇതിനെന്നാ നമ്മൾ പറയുന്നത്? ഇത് ബണ്ടോ? ഇതെന്നാ പറയുന്നത്? ചീപ്പ് എന്ന് പറയും. എന്താ? ചീപ്പ്. തൂമ്പെന്ന് പറയും. ഇവിടുത്തെ ഭാഷയിൽ തൂമ്പെന്നാ പറയുന്നത്. മീനൊക്കെ കാണാണ്ട. ചെമ്മീനൊക്കെ വരുന്നുണ്ടല്ലേ? ഇത് എന്തേരം നേരം വേണം ഈ വെള്ളം എല്ലാം കൂടെ നമുക്ക് ഇതിന്റെ അടുത്ത് ഇറങ്ങി പോണെങ്കിൽ? ശരിക്കും ഫുള്ള് വെള്ളം ഇറക്കണ 4 മണിക്കൂർ പോകും. 4 മണിക്കൂർ വെള്ളം പോകും, പുറത്തേക്ക് പോകും. 4 മണിക്കൂർ വെച്ചാൽ ഇതിന്റെ അകത്ത് വെള്ളം മുഴുവൻ പറ്റി പോകുന്ന ഏട്ടൻ പറഞ്ഞു. ഓഹോ. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് ചെറിയ ചെമ്മീനെ ഇട്ടിട്ടുണ്ട് അതിന്റെ അകത്ത്. കുഞ്ഞുങ്ങളിട്ടുണ്ട്. അപ്പൊ ആ കുഞ്ഞുങ്ങൾ ഇതിന്റെ അകത്ത് വന്ന് പോകാതെ അതിങ്ങനെ പെട്ടെന്ന് ഇറങ്ങൂല. അപ്പൊ ഈ ചെമ്മീനൊക്കെ പ്രായമായ ഇറങ്ങുള്ളൂ. പ്രായമായത് ഇറങ്ങും, വലുതായാലേ ഇറങ്ങുള്ളൂ. ഈ വെള്ളത്തിന്റെ പ്രഷർ കാരണം, ഈ ഒഴുക്കുള്ളതുകൊണ്ടാണ് അവന്മാർ ഇങ്ങോട്ടും ആകർഷിച്ച് വരുന്നത്. അതുകൊണ്ടാണ് വരുന്നത്. അപ്പൊ ഇതിനകത്ത് വിളക്ക് വെച്ച് കൊടുക്കും. ഞങ്ങൾ ഇവിടെ ഇതിന്റെ അകത്ത് വിളക്ക് വെച്ച് കൊടുക്കും. അപ്പൊ അത് കണ്ടിട്ട് അമ്മാരെ വെട്ടം കണ്ടിട്ട് ഇറങ്ങി വരും. ഓഹോ. ഇതിപ്പോ ഈ വെട്ടമുള്ളതുകൊണ്ട് ഇപ്പൊ വെക്കാനാണ്. ഈ വെട്ടം ഉള്ളതുകൊണ്ട് വിളക്ക് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ വിളക്കം കൂടെ ഒന്ന് വെച്ച് വെക്കാം. അന്നേരം ചെമ്മീൻ ചേടുന്നുണ്ട്. കെട്ടിക്കാണിച്ചു തരാണ്. ഈ ലൈറ്റ് വെക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ചെമ്മീനെ ലൈറ്റ് കണ്ടു വരാൻ വേണ്ടിയാണ്. ലൈറ്റ് കണ്ട് ഇങ്ങോട്ട് ആകർഷണമായി വരും. ഇതിനെ തെള്ളിച്ചെമ്മീൻ എന്ന് പറയും. ഇതിന് ഈ വലിപ്പം വെക്കുള്ളൂ. ഇത് അത്ര ഉണ്ടാവുള്ളൂ. ഓഹോ. ഇതാവും. അത് ഒരുപാട് വലുതാവൂല. മറ്റേ നാരൻ ചെമ്മീന്റെ അത്ര ഒന്നും ആവൂല. ഈ തെള്ളിച്ചെമ്മീൻ നമുക്ക് കായലിൽ നിന്ന് കയറി വരുന്നല്ലോ. നമ്മൾ കൊണ്ടുവരുന്നത് ബ്രീഡിങ് ഒന്നും ചെയ്യക്കൊണ്ടു നമ്മൾ കൊണ്ട് ഇട്ടേക്കുന്നല്ലോ. നമ്മൾ തുറന്നില്ലേ നേരത്തെ? അതേപോലെ വരുന്ന. നമുക്ക് ഇതുപോലെ ഒരു പൊക്കിച്ചൊക്കെ ഏകദേശം എന്തുമാത്രം മീനെയൊക്കെ നമുക്ക് ഇവിടെ സാധാരണ കിട്ടുന്ന ചേട്ടന്? എത്ര കിലോ മീനെ കിട്ടും? ഇന്നലെ വില വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു 10 കിലോ ചൂടൻ കിട്ടി, 10 കിലോ ചൂടൻ ചെമ്മീൻ കിട്ടി, 5-10 കിലോ തെള്ളിയും കിട്ടി. ഒരു താങ്ങ് കിട്ടിയിട്ടില്ലേ? അപ്പൊ അധികം വന്നിട്ടുണ്ടെങ്കിൽ സാധനം താങ്ങ് താഴും. അപ്പൊ അങ്ങ് മൂട് പിടിച്ചെടുക്കും. പിടിച്ച് വലിച്ച് അഴിച്ചെടുത്ത് ഇതേപോലെ പിന്നെയും കെട്ടിയിടും. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഈ പോകുന്ന മീനുണ്ടല്ലോ, ഇത് നമ്മളെ എപ്പോഴാണ് പിടിച്ചെടുക്കുന്നത്? ആ മലക്കകത്ത് നമ്മൾ എപ്പോഴാണ് പിടിച്ചെടുക്കുന്നത്? ഞാൻ പറഞ്ഞു ഇപ്പൊ അത്
അധികമായി കഴിഞ്ഞാൽ താഴും. അത് താഴും. ആ. അപ്പൊ ഞങ്ങൾ പൊക്കിയെടുക്കും. നമുക്ക് ഇവിടെ എന്ത് വിലക്കാണ് ചേട്ടൻ? അപ്പൊ നമുക്ക് ഇവിടെ ചെള്ളിച്ചെമ്മീന് 200 രൂപയ്ക്ക് ഉണ്ട്. 200 രൂപക്ക് നമുക്ക് കിട്ടും. നമുക്ക് കിട്ടും. അവര് വിൽക്കുമ്പോ അതിൽ കൂടുതൽ വിൽക്കുള്ളൂ. അത് കൂടുതൽ വിലക്കാ വിൽക്കുന്നത്. പിന്നെ ചൂടൻ ചെമ്മീൻ. ചൂടൻ ചെമ്മീൻ എന്ന് പറഞ്ഞാൽ കുറച്ച് തെല്ലിച്ചെമ്മീനെ കുറച്ച് വലിപ്പമുള്ളതാണ്. ഓ, കളറിലും വ്യത്യാസം ഉണ്ടാവും. കളറിലും വ്യത്യാസം ഉണ്ടാവും. റെഡ് കളറായിട്ട്. അതിന് 300 രൂപ. 300 രൂപ വില കിട്ടും. വേറെ നമുക്ക് മീനുകൾ വല്ലതും കിട്ടും അതിന്റെ അടുത്ത്? മീനുകൾ ഉണ്ടാവും, കൂജയൊക്കെ ഉണ്ടാവും. കരിമീൻ പോലുള്ള മീനുകളൊക്കെ ഇതിന്റെ അകത്ത് കയറി വരും. കരിമീൻ അത് എപ്പോഴും ഉണ്ടാവില്ല, ചിലപ്പൊക്കെ ഉണ്ടാവും, ഓരോന്നൊക്കെ അബദ്ധത്തിൽ വന്ന് പെടും. ഇവിടെ കാലത്ത് നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മീനെ കാണാൻ പറ്റും, കണമീനൊക്കെ കാണാൻ പറ്റും, പൊങ്ങി നിൽക്കും. ഈ കെട്ടിനെല്ലാം കൂടെ ചേട്ടന് ഏകദേശം എന്ത് മുടക്കുമല്ലോ വന്നു കാണും? ഇതിനെ ചേർന്ന് വേറൊരു കെട്ടും കൂടി ഉണ്ട്, അതും കൂട്ടി ഒന്നിച്ച് 4 ലക്ഷം രൂപ വരും എടുത്തേക്കുന്ന കെട്ടിന് മാത്രം. ഓ. പിന്നെ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പൈസ വേറെ. ഓ. പിന്നെ സാധനങ്ങൾ സാമഗ്രികളൊക്കെ ഒപ്പിക്കണമല്ലേ. അതെ അതെ അതെ. ഇപ്പൊ 8 ലക്ഷം രൂപ ചെലവായിട്ടുണ്ട്. 8 ലക്ഷം രൂപ എത്ര നാളത്തേക്ക് ഊരിയെടുക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷ? 1 വർഷം വരെ നമുക്ക് ഇത് കെട്ട് ഉപയോഗിക്കാം. 8 ലക്ഷം രൂപ നമ്മൾ മുടക്കി വെച്ചേക്കാണ്. ചേട്ടൻ ഇപ്പൊ ഒരു 8 ലക്ഷം രൂപ അതിന്റെ അത് മുടക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ എത്ര രൂപ ഒരു ചേട്ടന് എന്ത് ലാഭം കിട്ടുന്ന ഒരു പ്രതീക്ഷ ചേട്ടന് അതിന്റെ അകത്തുള്ളത്? മുൻകാലങ്ങളിലൊക്കെ നമുക്ക് എങ്ങനെ ലാഭം എങ്ങനെയായിരുന്നു അതിന്റെ? മുൻകാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കേട് സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ഇറക്കുന്നതിന് ഇരട്ടി കിട്ടും. ഇപ്പൊ കേടുള്ളതുകൊണ്ട് പണ്ടത്തെ പോലുള്ള വരുമാനം വരില്ല. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഈ കെട്ട് മേടിക്കുന്നതും മീൻ കുഞ്ഞിനെ മേടിക്കുന്നതുമായിട്ട് ചിലവ് മാത്രമുള്ള, അല്ലെ മീൻ കുഞ്ഞിന് വേറെ സെപ്പറേറ്റ് തീറ്റ അങ്ങനെ വല്ല തീറ്റ ഇടണം? മീനുകളെല്ലാം തീറ്റ കൊടുക്കണം. തീറ്റ കൊടുക്കണം, ഞണ്ടിന് കൊടുക്കണം തീറ്റ. വേറെ സെപ്പറേറ്റ് തീറ്റ നമ്മൾ മേടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മീൻ മേടിച്ചിട്ട് കൊടുക്കണം, ചാള മേടിച്ചിട്ട് കൊടുക്കും, ഞണ്ടിന് വേണ്ടി. ഓഹോ, ചാള എല്ലാം മേടിച്ചിട്ട് കൊടുക്കും. ആ എക്സ്പെൻസിനോട് കൂട്ടിയാണോ നമുക്ക് ഈ 8 ലക്ഷം രൂപ എന്ന് പറയുന്നത്? അതിന്റെ പുറമെ അത് വേറെ എക്സ്പെൻസ് വരും. അതിനുശേഷം വന്ന ചെലവാണ്. ഇത് കേടില്ലാണ്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നേരെ ഇരട്ടി എന്ന് പറഞ്ഞാൽ ലാഭം നമുക്ക് കിട്ടും. ചേട്ടാ, നമ്മളിപ്പോ ഞണ്ടിന് ഇപ്പൊ തീറ്റ കൊടുക്കാന്ന് പറഞ്ഞു, ലൈവ് ഫീഡ് തന്നെയാണ് കൊടുക്കുന്നത്? അത് പുറത്തുനിന്ന് മീനെ മേടിച്ച് മാർക്കറ്റിൽ നിന്ന് ചാള പിടിച്ചോണ്ട് പകലിടൂല, രാത്രി ഇടുള്ളൂ. കാക്കെടുത്തോണ്ടു. ഓ, ഇത് പൊങ്ങി കിടക്കുന്ന കാക്കെടുത്തോണ്ട് പോകും. നീർക്കാക്ക പരുന്തൊക്കെ റാഞ്ചി കൊണ്ടു. അപ്പൊ വൈകുന്നേരം സമയത്ത് ഇടുള്ളൂ. മീനിടും താഴും. ഓ, അടിയിൽ നിന്ന് അവർക്ക് ടൈം അറിയാലോ ഇട്ടണത്. ഓ, അന്നേരം വന്ന് കഴിക്കും. രാത്രി അവർക്ക് കണ്ണ് കാണാം. മീനിന്റെ രാത്രി കണ്ണ് കാണാം, ഞണ്ടിന്റെ രാത്രി കണ്ണ് കാണാം. അപ്പൊ നമ്മൾ എത്ര കിലോ ഒരു മീനാണെങ്കിൽ എത്ര കിലോ മത്തി നമ്മൾ ചിലപ്പോൾ ഇതിന്റെ അകത്ത് ഇടുന്ന് കാണും? നമ്മൾ 50 കിലോ ഒക്കെ ഇടുകയാണെങ്കിൽ അതിന് ഒരു 10-20 കിലോ മത്സ്യം കൊണ്ടുവരണം ഇടണം. ഇപ്പം ഈ മത്തിക്കൊക്കെ നല്ല വിലയുള്ള സമയമല്ലേ? അപ്പൊ അതിന് വേറെ മത്സ്യം മേടിക്കും. എന്തെങ്കിലും മത്സ്യം മേടിച്ചിടണം. തീറ്റ ഇടണം. ഓഹോ. നമ്മൾ ഇത്രയും വലിയ, ഇതിപ്പം എത്ര 7-8 ഏക്കർ കിടക്കുന്ന ഒരു 14 ഏക്കർ ഒരു സ്ഥലമാണ് കിടക്കുന്നത്. അപ്പൊ ഇത് അങ്ങനെയാ പല സ്ഥലങ്ങളിലേക്ക് ഇടുവാണ്? അത് എങ്ങനെയാണ് ചെയ്യുന്നത്? സ്ഥിരം ഓരോ സ്ഥലമുണ്ട്, അവിടെ കൊണ്ടിടുന്നു. അപ്പൊ അവിടെ സമയത്ത് വന്ന് കഴിക്കുള്ളൂ. ചെറുപ്പകാലം തൊട്ട് ഓരോ സ്ഥലത്ത് നമ്മൾ ഇട്ട് കൊടുക്കും. ആ സെയിം സ്ഥലത്ത് തന്നെ പിറ്റേ ദിവസം ഇടുള്ളൂ. അപ്പൊ അവിടെ തന്നെ വന്നവര് എടുക്കുക ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയുണ്ട്? ഇപ്പം പുതിയ തലമുറയുള്ള പിള്ളേരൊക്കെ ഈ ഫീൽഡിലേക്ക് ഇപ്പൊ വരുന്നുണ്ട്. ഇപ്പൊ ഫീൽഡിൽ നിന്ന് പോവാണോ അതേ പുരോഗമിച്ചോണ്ടിരിക്കുവാണോ? എന്താ അതിന്റെ ഒരു അവസ്ഥ ഇപ്പോഴത്തെ? ഇത് പുരോഗമിക്കണ്ട്. കാരണം ഇപ്പൊ ഒരുപാട് സ്ഥലത്ത് ഈ ലൈസൻസ് കിട്ടണ്ടതിന് എങ്ങനെ 3 ഏക്കറിന് ലൈസൻസ് കിട്ടേണ്ട കെട്ടി. നമുക്ക് ലൈസൻസ് കിട്ടുന്നുണ്ട്. നമുക്ക് ലൈസൻസ് ഉണ്ട് ഇപ്പം? നമുക്കില്ല. നമുക്ക് ഇത് കെട്ടണേന് ലൈസൻസ് എടുക്കണം. ഈ 5 മാസത്തേക്ക്. ഫുള്ള് 1 വർഷത്തേക്ക് കിട്ടത്തില്ല, 5 മാസത്തേക്ക് കിട്ടുള്ളൂ. ഇപ്പൊ വല വെക്കണേ, ഇപ്പൊ പുറന്തോട്ടത്തിലേക്ക് വല വെക്കണല്ല, സർക്കാരിന് സ്ഥലമുള്ളത്. അവിടെ അങ്ങനെ വല വെക്കണേ നമുക്ക് ലൈസൻസ് വേണം, പ്രത്യേകം ലൈസൻസ് എടുക്കാൻ ചെയ്യത്തില്ല. ഓഹോ. അപ്പൊ ഞാൻ ചോദിച്ചത്, പുതിയ തലമുറയിലുള്ള പിള്ളേരെ ഈ ഫീൽഡിലേക്ക് വരുന്നുണ്ടോ ഇപ്പം? ചെമ്മിക്കെട്ട് എടുത്ത് നടത്തുന്നവരുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. രോഗം വരികയെന്ന് പറഞ്ഞു, അതെന്താ സംഭവം? രോഗം വരുന്നത് വൈറസ് രോഗമാണ്. അത് വരുന്ന ചെമ്മീനും മീനും എല്ലാം ഒരുമിച്ച് ബാധിക്കുവാണോ? അതേ ഞണ്ടും ചെമ്മീനൊക്കെ ചത്തുപോയി എന്ന് അങ്ങനെ ഈ അടുത്ത കാലത്തേക്ക് നമുക്ക് സംഭവിച്ചിട്ടുണ്ടോ? ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, ഈ കാലത്ത് മനസ്സിലായിട്ടില്ല. ടൈം ആവുന്നുള്ളൂ. അതെങ്ങനെയാ വിളവെടുക്കാൻ സമയം ആവുമ്പോഴാണോ? ഇത് മൂക്കുമ്പോഴാണ് ഈ സംഭവം വരുന്നത്. അതിന് പ്രത്യേകിച്ച് മരുന്നൊന്നും ചെയ്യാനില്ല. നമുക്ക് കാണൂല ഇത് രോഗം വന്നോ ഇല്ലെന്ന് അറിയില്ല. ഈ ചത്തു പൊങ്ങുമ്പോ നമ്മൾ അറിയുള്ളൂ. ഓഹോ, അന്നേരം നമ്മൾ അറിയുള്ളൂ. അതിന് വേറെ നമുക്ക് ഈ കൃഷിഭവനിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും സഹായം ചത്തു പോകുന്ന മീൻ നമുക്ക് അങ്ങനെ സബ്സിഡി ഇപ്പൊ ഇൻഷുറൻസിലൊക്കെ ഉണ്ട്, ചെയ്യണമെങ്കിൽ കിട്ടും. അത് മുൻകൂട്ടി ചെയ്യണം. ചേട്ടാ, ഇപ്പൊ നമ്മൾ വല അങ്ങോട്ട് ഇട്ടിട്ട് ഏകദേശം 3 മണിക്കൂറായില്ലേ? ഇനിയിപ്പോ നമ്മുടെ അടുത്ത് ചെയ്യാൻ പോകുന്ന പണി തന്നെ ഇപ്പൊ നെറ്റ് ഇറക്കി വെച്ചും വല പൊക്കാൻ പോണേ. നെറ്റ് ഇറക്കി, അതായത് അവിടെ നിന്നുള്ള മീനിനെ വരവ് നമ്മൾ നിർത്താൻ പോവാ. ബാക്കി അങ്ങോട്ട് പോയേക്കുന്ന മീനെ നമ്മൾ എടുക്കുന്നു. ഈ വല താഴോട്ടിറക്കി അവിടെ നിന്നുള്ള ആ മീനെ എല്ലാം കൂടെ എടുക്കാൻ പോവാ. അഴിച്ചു. ബ്ലോക്ക് ചെയ്തു. പൊക്കെടുക്കാം. പലക വെച്ചിട്ടാണ് സാധാരണ എടുക്കുന്നത്.
ഇതിപ്പോ നമ്മുടെ ഒഴുക്ക് കുറഞ്ഞോണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. ഓഹോ മീൻത് എനിക്ക് ഭാഗ്യം ഉണ്ടെന്നാണ്. മീനുണ്ട്. മീനുണ്ടല്ലേ. ചെമ്മീനും ഉണ്ട്, ചെറുമീനും ഉണ്ട്. ഒരു മീൻ അതിൻ്റെ അകത്തുണ്ടെന്ന് തോന്നുന്നു. എന്തൊരു സാധനം അതിൻ്റെ അകത്തുണ്ട്? അതെ, മറ്റേതാണ് ഊരാനാണ്. അവിടെ കൊണ്ടൊക്കെ അല്ലേ? ഒന്ന് രണ്ടോ ഞാൻ കൊടുക്കൂല. അത് കുഴപ്പമില്ല. ഏട്ടയൊക്കെ ആവണ സാധനം ചുണ്ടൻ കൂരിയാണത്. നമ്മളിവിടെ വേർതിരിക്കാൻ വേണ്ടിയാണ് ഇടുന്നത് ഓരോ. അത് കൗണ്ടാക്കും. ചേട്ടാ നമ്മളിവിടെ ചെയ്യുന്ന ഇത്രയും മീനുകളെയും നമ്മുടെ കൊഞ്ചുകളെയും സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെപ്പറേറ്റ് ചെയ്യണേ. ഈ കൊഞ്ചുകൾ തന്നെ നമ്മൾ ചെറുത് കുറച്ച് മാറ്റിയിടുന്നുള്ള അതിന്റെ കാരണം എന്നത്? അത് തെള്ളിച്ചെമ്മീനാണ് ഏറ്റവും ചെറിയത്. ഇപ്പൊ 200 രൂപയ്ക്ക് ഉണ്ട് മാർക്കറ്റിൽ. പിന്നെ ചില ദിവസങ്ങൾ കുറയും കൂടിയും അങ്ങനെ മാറി മാറി നിൽക്കും. ഇതിനെ ഇത് മാക്സിമം ഈ ഒരു വലിപ്പമൊക്കെ വെക്കുള്ളൂ. ഇതാ അത് വലുതാവിച്ച് കുറച്ചും കുറച്ചുകൂടെ ഒക്കെ വലുതാക്കി കിട്ടും. ഇത് ഈ നങ്കെന്ന് പറയുന്ന ഇതല്ലേ? ഇത് നങ്കല്ലേ? അത് തന്നെ. ഇതന്നെ. ഇത് കായലിലും വരുന്നോ? ഇത് കായലിലും വരും, കടലിലും ഉണ്ടാവും. കടലിലും ഉള്ളതല്ലേ? വലുതായിരിക്കും. ഇവിടെ ഇതാ മാക്സിമം വലിപ്പം നോക്കുള്ളൂ. അത് ഇത്തിരി വലുതാവും. ഒരുപാട് കുഞ്ഞാണ്. മുട്ടച്ചെമ്മീനാണ്. മുട്ടച്ചെമ്മീൻ എന്ന് പറയുന്നത് ഈ വലിപ്പം കാരണമാണോ പറയുന്നത്? അതിന്റെ വയറ്റ് മുട്ട ഇരിപ്പുണ്ടോ? അത് 2 ടൈപ്പ് ഉണ്ടാവും. മുട്ടയുള്ളതും ഉണ്ടാവും, ഇല്ലാത്തതും ഉണ്ടാവും. മുട്ടയുള്ളത് ഇപ്പൊ കിട്ടൂല. ഇന്നലെ മാർക്കറ്റിൽ ഈ ചെമ്മീത്തിന് 240 150 ഒക്കെ ആയിട്ട് പോയി. 150 ചെറിയ മീനോ? ചെറിയതിൽ മറ്റേ 240 രൂപയ്ക്കും 240 രൂപ പോയി. ചില ദിവസം അത് 300 ഒക്കെ. ഇതിന്റെ ബ്രീഡിങ്, സ്വാഭാവിക ബ്രീഡിങ് നമുക്ക് ഇവിടെ നടക്കുമോ? അതെയോ നമ്മൾ ഹാച്ചറിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് ഇടുന്ന ഒരു പതിവാണോ ഉള്ളത്? തെള്ളിച്ചെമ്മീത്തിന്റെ ചൂടൻ ചെമ്മീത്തിന്റെ അങ്ങനെ ഹാച്ചറി കിട്ടൂല. ഇങ്ങനെ നിങ്ങൾ രാത്രി കിടന്ന് കഷ്ടപ്പെട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ സാധനമാണ്. രാത്രി ഇപ്പോൾ സമയം ഒരു 11:30 12 മണിയായി. ഈ സമയത്ത് ഇപ്പോൾ ഉണ്ടാക്കുന്ന സാധനമാണ്. നാളെ രാവിലെ നമ്മൾ മാർക്കറ്റിൽ നല്ല സുഖമായിട്ട് പോയി മേടിച്ച് ഉച്ചയ്ക്ക് നല്ല ചോറിന്റെ കൂട്ടത്തിൽ കഴിക്കുന്ന സാധനം. ഇതിന്റെ പുറകെ ഇത് കൂട്ടൊരു കഷ്ടപ്പാടുണ്ട്. ഈ ചെമ്മീന് ഉണക്കി ആണ്, അതേ പച്ചയോടെയാണ് നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് കൂടുതലുള്ളത്? ഇത് ഉണക്കല. ചൂടൻ ഉണക്കൂല. തെള്ളിച്ചെമ്മീൻ ഉണക്കും. അത് ഉണക്കി കയറ്റി. ചൂടൻ ഇതുപോലെ തന്നെ. ചൂടൻ സാധാരണ കിള്ളി ഈ പെടലി കിളിക്കളയല്ലേ ഉള്ളൂ. ഇത് നമ്മളിപ്പം ഒരു 1 കിലോ ചെമ്മീൻ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞ് ക്ലിയർ ആയി കിട്ടുമ്പോൾ ഏകദേശം എന്തേരം കിട്ടുമായിരിക്കും? നമുക്ക് 700 ഗ്രാം കിട്ടും. 700 ഗ്രാം കിട്ടും. ഇതുണ്ട് ചേട്ടാ. ഇതിന്റെ ഒരു വെറൈറ്റി സൈസ് കൂടുതലൊക്കെ വരുന്നത് അത് വേറെ പറഞ്ഞില്ലേ, മറ്റേ മുട്ടച്ചെമ്മീൻ എന്ന് പറഞ്ഞ ഐറ്റം ഇതാ. കൂനൻ ചെമ്മീൻ എന്ന് പറയും. പല സ്ഥലത്ത് പല പേരാണ്. അത് ശരി. നല്ല രസകരമായ കാഴ്ചകൾ. ഇതെന്നെ ചെമ്മീൻ ചേട്ടാ? അതാണ് നാരൻ ചെമ്മീൻ. ഈ ബാക്കിയുള്ള ചെമ്മീനെ വെച്ച് വ്യത്യാസം എന്താ? അത് ഇതിനും വലിപ്പവും. വലിപ്പം കൂടുതലും. ഇത് കായലിലുള്ളതാണത്? അത് കടലിൽ നിന്ന് വരുന്ന സാധനമാണ്. കടലിൽ നിന്ന് വരുന്നതാണ്. ഇതിന് റേറ്റ് കൂടുതലുണ്ടോ? അതിന് റേറ്റ് കൂടുതലുണ്ട്. 350-400 രൂപ റേറ്റ് വരും. മാർക്കറ്റിൽ കിട്ടും ഇപ്പോഴത്തെ റേറ്റ്. ഈ തെള്ളിച്ചെമ്മീനൊക്കെ നല്ല നമുക്ക് ഈ മുഴുപ്പുള്ള ഇത് കൂട്ട് ഈ ചെമ്മീൻ കിട്ടുന്നല്ല നമുക്ക് ലാഭകരം. വെള്ളച്ചെമ്മീൻ ലാഭകരം അത് തന്നെയാണ്. അത് മറ്റേ വെള്ളച്ചെമ്മീൻ എന്ന് പറഞ്ഞില്ല, അത് വലുതാവും. അപ്പൊ അത് വില കൂടുതൽ കിട്ടും. ഈ തെള്ളി ഒരു മിനിമം വലുതാവുള്ളൂ. ഇതാ വരാപ്പുഴ മാർക്കറ്റ് അല്ലേ ചേട്ടാ? ഇവിടെ എത്ര മണി വരെ സ്റ്റാർട്ടിങ് ആയത്? 4:30-5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 4-5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. നമ്മളെപ്പോഴാണ് മീൻ കൊണ്ടുവരുന്നത് ഇവിടെ? നമ്മൊരു 5 മണി 5:30 ഒക്കെ ആവും. അന്നേരം തന്നെ ലേലം വിളിച്ചാണ് വീട്ടിൽ പോകുന്നത്. കൂടുതലും ലേലം ചെയ്ത് പോകും. ചെറിയ ബിസിനസ് ഉണ്ട് ഇവിടെ. ചെറിയ ബിസിനസ് ചില്ലറയും കിട്ടും. ഹോൾസെയിലും പോകും.
ഇത് കാളാഞ്ചിയാണോ ഇത് വരുന്നത്? കളാഞ്ചി. ഇത് നമ്മുടെ കായലിൽ തന്നെ പിടിക്കുന്ന മീൻ. ഇല്ല, നമ്മളിപ്പോ വളർത്തിന് ഇപ്പൊ മേടിക്കാൻ കിട്ടേണ്ടത്. മേടിക്കാൻ കിട്ടും. മറ്റേ കൂട് കൃഷി അതാ ഇട്ട് വളർത്തുന്നത്. ഇത് എത്ര കിലോ വരെ വരുന്നത്? ഇതിപ്പോ 2 കിലോ 2.5 കിലോ ഒക്കെ ഉണ്ടാവില്ല. അത് 4 കിലോ ഉള്ള അല്ലേ? 4 കിലോ വരെ. എന്നാ വില ഇതിപ്പോ? 760 രൂപ വരും. ഏറ്റവും വലിയ എത്ര കിലോ വരെ? 15 കിലോ ഒക്കെ വരുമോ? ഓഹോ. ഇതാണ് കണമ്പ്. തിരുതെന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ കണ്ട ആ സാധനം അതിന്റെ വലുതാ. ഇത് ചെറുതാണ്, ഇതിന്റെ വലുതാണത്. അത്ര ആവുമല്ലേ? ഇതിന്റെ വലുതാവും. 2-2.5 കിലോ ഒക്കെ ഉണ്ടാവും. ഇത് കൊഞ്ച്. ഇത് കാരച്ചിമ്മൻ. കാരച്ചിമ്മൻ എന്ന് പറയും. ഈ കളറിന്റെ വ്യത്യാസം കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ടൈഗർ ഫോൺസ് എന്ന് പറയുന്നതാ. എന്നാ ചേട്ടൻ തന്നെ പിടിച്ച് കാണിക്കാം. ഇതാണ് ഞണ്ടത്തോടെ. ഇത് എന്തായാലും തൂക്കമുണ്ട്. 700 രൂപ. ഇതിപ്പോ എന്ത് വില? ഇതാ കിലോ 2000 രൂപ വരെ വരും. ഇതുകൊണ്ട് കൈയും കാലും കെട്ടിയാലേ കടിക്കൂല. കടിക്കും നമ്മളെ. ഇതിനൊക്കെ വലുതൊക്കെ ഉണ്ടാവും അല്ലേ? അതിന് വലുതൊക്കെ ഉണ്ടാവും. പിന്നെ ഇത് 750 ഗ്രാം ഉള്ളത്. 750 ഗ്രാം അവിടെ ലേലം വിളി ഉണ്ടെന്നോ? അതെയാണ്. ഇതെന്ത് മീനാണ്? ഇത് കട്ടലാണ്. കട്ടല. ഓഹോ. ഇവിടെ എല്ലാം ഫ്രഷ് ജീവനോട്. ഫ്രഷാണ്. ഈ ഫ്രഷാണ് ഇവിടെ വില കൂടുതൽ. അല്ലെങ്കിൽ ആരും മൈൻഡ് ചെയ്യൂല. ചെറുതും വലുതായിട്ട് ഇവിടെ തന്നെ തരംതിരിച്ച് വരും. ഇവിടെ വേർതിരിച്ച് നമുക്ക് തൂക്ക് വ്യത്യാസം ഉണ്ടാവും. അതിന് വെച്ച് വില കുറവായിക്കോളൂ. ഇനി വില കൂടുതലായിരിക്കും. ഇവിടെ തന്നെ വെച്ച് ക്ലീൻ ചെയ്ത് റെഡിയാക്കി ചെയ്തില്ല. നിങ്ങൾ നീക്കോ. ഇത് കടലിൽ നിന്ന് വരുന്ന മീനാ? കടലിലെ കൂന്തലാണത്. ഉണക്കച്ചെമ്മീന്റെ എല്ലാം വരുന്നത്. ഇത് നമ്മളവിടെ കണ്ട ചെറിയ മറ്റേ മീനില്ല. ഇത് മറ്റേ കൊഴുവ ഉണക്കിയതാണ്. ഓഹോ. ഇത് നമ്മുടെ ഇന്നലെ കണ്ട ചെമ്മീനില്ലേ? ചെമ്മീൻ. ഇത് മിഷ്യത്തിൽ ഉണക്കിയത്, ഇത് വെയിലത്ത് ഉണക്കിയത്. അതാണ് ഈ കളർ വ്യത്യാസം വരുന്നത്. മിഷ്യത്തിൽ ഉണക്കിയ ചുമന്ന കളർ ഇങ്ങനെ വരും അല്ലേ? ഇതല്ലാതെ ഉണക്കിയേക്കുന്ന ആ റേറ്റിനും വ്യത്യാസം ഉണ്ട്. അത് കൊള്ളാം. പിന്നെ അത് അന്ന് മാന്തല് ഞാൻ പറഞ്ഞില്ലേ? അത് തന്നെ ഉണക്കി വെച്ചേക്കുന്നത്. തൊലി വലിച്ചിട്ടുണ്ടത്. ശരി. ഇത് ഉപ്പിട്ടാണ് ഉണങ്ങുന്നത്? അതെയോ ഇതിനകത്ത് ഉപ്പിടില്ല. ഉപ്പിടാതെ തന്നെ സാധാരണ തന്നെ ഉണങ്ങുന്നത്. ഉപ്പിന്നുള്ള ചെമ്മീനാണല്ലോ. ഉപ്പിന്നുള്ള തന്നെയാണ് ഉപ്പിടുകയല്ല. ഇത് നമ്മൾ ഉണക്കുന്ന